ആ ആ ഇത്ര പെട്ടെന്ന് വക്കീലുമായിട്ട് വന്നോ? ഓ 5:30 അല്ലേ? നമ്മൾ സംസാരിച്ചിരുന്നപ്പോ സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? ഞങ്ങൾ ബിബിക്ക് ജാമ്യം എടുക്കാൻ വന്നതാ. എന്തിനാ ജാമ്യം? ഞങ്ങള് കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞങ്ങളോട് ബിബി നന്നായിട്ട് സഹകരിച്ചു. പിന്നെന്തിനാ ഞങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ പോലീസിനോടൊന്നും പറഞ്ഞിട്ടില്ല, ഇവര് വെറുതെ പറയുന്നതാ. ആര് ചോദിച്ചാലും അങ്ങനെ തന്നെ വേണം പറയാൻ. എടാ അബി, എടാ ഇവര് നമ്മളെ തമ്മിൽ തല്ലിക്കാൻ വെറുതെ നുണ പറയുന്നതാ. എടാ എനിക്കറിയാടാ, ഇതുപോലുള്ള ചീപ്പ് നമ്പറുകളിൽ ഞാൻ വീഴുമെന്ന് നീ വിചാരിച്ചോ? എനിക്ക് എന്റെ കൂട്ടുകാരനെ വിശ്വാസമാണ്. ഞങ്ങൾ തമ്മിൽ തല്ലുന്നുള്ള സ്വപ്നം മേഡം അങ്ങ് മാറ്റി വെച്ചേക്ക്. അതെന്തായാലും നടക്കാൻ പോകുന്നില്ല മേഡം. ഞങ്ങൾക്കൊരു പ്ലാനും ഇല്ല. നിങ്ങൾ ഇവനെയും കൂട്ടി പൊയ്ക്കോളൂ. ബിബിമോനെ, ഇവനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതെല്ലാം ഓർമ്മയില്ലേ? ഇവൻ തനി സൈക്കോയാ. ജീവൻ വേണമെങ്കിൽ മാപ്പ് സാക്ഷിയായി രക്ഷപ്പെട്ടോ. പേടിക്കാനായിട്ടൊന്നുമില്ല, പോലീസ് എപ്പോഴും കൂടെ ഉണ്ടാവും. എടാ അബി, നീ വാടാ, ഇവരുടെ അഭിനയം സഹിക്കാൻ പറ്റുന്നില്ല. വാ. അപ്പോ ഇതാണല്ലേ ചേച്ചിയുടെ പ്ലാൻ? അവരെ തമ്മിൽ തെറ്റിച്ച് ആരെങ്കിലും ഒരാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. ആരെങ്കിലും ഒരാളല്ല, ബിബി. അഭിയുടെ ഭൂതകാലം മനസ്സിലായ സ്ഥിതിക്ക് അവന്റെ കൂടെ ഇനി ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അപകടം നിറഞ്ഞതാണെന്ന് അവന് മനസ്സിലാവും. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ അവൻ കുറ്റസമ്മതം നടത്തും. ബിബി ഒരു പേടിത്തൊണ്ടനായതുകൊണ്ട് അധികം വൈകാതെ അവൻ മാപ്പ് സാക്ഷിയാകാൻ തയ്യാറായി വരാനാണ് സാധ്യത.